ഓക്കെ. ശരി, അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ഫസ്റ്റ് സെഷനിൽ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടേം സിമ്പിൾസ് എപ്പോഴും CSIR വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതേ പറ്റിയിട്ട് ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമുക്ക് എന്നുള്ളത് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മാഡം. അപ്പോൾ മാഡത്തിന് ഒരൊറ്റ ക്ലാസ്സേ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ വളരെ തിരക്കുള്ള മാഡമാണ്. സോ ഇന്ന് തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് CSIR പരമാവധി ക്വസ്റ്റ്യൻസ് അറൌണ്ട് 30 to 40 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ടീച്ചർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം നമുക്ക് ലിമിറ്റഡ് ടൈമിനകത്ത് നിങ്ങൾക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ പേസ് ടീച്ചർ കീപ്പ് ചെയ്യും. സോ അതൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. കാരണം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് തീർക്കേണ്ടതുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടീച്ചറിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. ടീച്ചർ ഇവിടെ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തിൽ PhD സ്കോളറാണ്. തിയററ്റിക്കൽ കെമിസ്ട്രിയിലാണ് ടീച്ചർ റിസർച്ച് ചെയ്യുന്നത്. ദെൻ ഷീ ഈസ് ഹാവിങ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഓഫ് few years. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ടീച്ചറിനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. ടീച്ചർ സെഷൻ കണ്ടിന്യൂ ചെയ്യും. Good morning all. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് അറ്റോമിക് സ്ട്രക്ചർ, സ്പെക്ട്രോസ്കോപ്പി, ടേം സിമ്പിൾസ്, മെനി ഇലക്ട്രോൺ സിസ്റ്റംസ് ആൻഡ് ആന്റി സിമെട്രി പ്രിൻസിപ്പിൾസ്. CSIR സിലബസിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന 3rd ചാപ്റ്റർ ആണ്. പക്ഷെ മെയിൻ ആയിട്ട് CSIR ചോദിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടേം സിമ്പിൾസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടേം സിമ്പിൾസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാ കൊല്ലം 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ 2020 ക്വസ്റ്റ്യൻ ആണ്. For the D3 electron configuration, for the D3 electron configuration, the ground state term symbol is options 4f half, 4f 3/2, 4f 7/2, 4f 9/2. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടേം സിമ്പിളിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇത് അറ്റോമിക് ടേം സിമ്പിൾ ആണ്, D3 കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേം സിമ്പിളിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് 2s+1 Lj ആണ്. 2s+1 എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. S എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ റെഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. അപ്പോൾ ഓരോ ഇലക്ട്രോണിന്റെയും സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ കാണണം. L എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. J എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2s+1 എന്ന് പറയുന്നത് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കണം. S എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ വാല്യൂ ആയിരിക്കണം. L എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ വാല്യൂ ആയിരിക്കണം. J എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജെക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ J എന്ന് പറയുന്നത് S ആയിരിക്കും. കാരണം L എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 0 ആണ്. പിന്നെ J എന്ന് പറയുന്നത് ലെസ് ദാൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ J എന്താണ്? J എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ L - S ആണ്. ഇനി മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ J ഈസ് ഈക്വൽ ടു L + S. ഓക്കെ, അപ്പോൾ നമ്മുടെ
ഒരു മിനിറ്റ്, അതെവിടെ? ഇവിടെ ഇല്ല ഷെയറിംഗ് ഓപ്ഷൻ. ഇതൊക്കെ പറഞ്ഞു. കമന്റ് എവിടെ കാണാം? ഒന്നും വരുന്നില്ല. എഴുതുന്നുണ്ട്. കാണാമോ എഴുതുന്നത്? D3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഡി ഓർബിറ്റില് 5 എണ്ണാണുള്ളത്. എനിക്ക് കമന്റ്സ് ഒന്നും കാണാതെ. അഞ്ച് ഡി ഓർബിറ്റലില് നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ, അതൊന്ന് ടെക്നിക്കൽ ഇഷ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഡി ഓർബിറ്റൽസിന്റെ ML വാല്യൂസ് എന്തൊക്കെയാണ് ഒന്ന് കണ്ടൂടാ? ഇപ്പൊ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണുന്നില്ലേ? സോ നമ്മുടെ ടേം സിമ്പിൾ 2s+1 LJ ആണ്. 2s+1 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ മൊമെന്റം ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഏറ്റവും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള 2s+1 വാല്യൂ വേണം. എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ സിഗ്മ ML ആണ്. ML വാല്യൂസ് ഓരോ ഓർബിറ്റലിനും ഓരോ ML വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് L വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കേസിൽ ഈ 2s+1 വാല്യൂവും L വാല്യൂവും മാക്സിമം ആയിരിക്കണം. ഇനി J വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? J വാല്യൂ എന്ന് പറയുന്നത് S ആയിരിക്കാം. ഇഫ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഹാഫ് ഫിൽഡ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ J വാല്യൂ എന്ന് പറയുന്നത് L-S ആണ്. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ J വാല്യൂ L+S ആണ്. ഓക്കെ, ഇനി നമ്മുടെ കോൺഫിഗറേഷൻ എന്താണ്? D3 ആണ്. D3 കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. അഞ്ച് ഡി ഓർബിറ്റൽസ് ഉണ്ട്. 1 2 3 4 5. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് കുറെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇങ്ങനെ കുറെ റൂൾസ് ഒബേ ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. അപ്പോ D3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഇതിന്റെ ML വാല്യൂസ് എന്തൊക്കെയാ വരുന്നത്? +2 +1 0 -1 -2. ഓക്കെ, അപ്പോ ഈ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2s+1 LJ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇനി നമുക്ക് 2s+1 നോക്കാം. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ 2s+1 വാല്യൂ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? S വേണം അല്ലേ? S എന്താണ്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോ എസിന്റെ വാല്യൂസ് എന്തൊക്കെയാ? +or-½ ആണ്. അപ്പൊ +½ എടുത്തു. 3 ഇലക്ട്രോൺസിനും കൂടിയിട്ട്
പ്ലസ് ഹാഫ്. അപ്പൊ എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 2s + 1 എന്താവും? 2s + 1 എന്ന് പറയുന്നത് 2 × 3/2 + 1 which is equal to 4. ഓക്കെ, ഇനി എൽ വാല്യൂ കണ്ടുപിടിക്കണം. എൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ എം എൽ വാല്യൂസ് ഉണ്ട്, നമുക്കറിയാം. +2 +1 0 -1 -2 എന്ന് പറഞ്ഞതാണ് എം എൽ വാല്യൂസ്. അപ്പോ നമ്മുടെ എൽ എന്ന് പറയുന്നത് സിഗ്മ എം എൽ ആണ്. അപ്പോ +2 +1 +0 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ 2s + 1 LJ എന്ന് പറഞ്ഞിട്ടുള്ള എൽ എന്ന് പറയുന്നത് ടേം ആണ്. ആ ടേം എങ്ങനെ കിട്ടുക? എല്ലിന് 0 1 2 3 4 sorry 4 5. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എന്താണ് ടേം കിട്ടുന്നത്? എസ് പി ഡി ക്യാപ്സ് ആണ്, ഡി എഫ് ജി എച്ച്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എൽ വാല്യൂ ഇവിടെ എത്ര കിട്ടിയത്? 3 ആണ് കിട്ടിയത് അല്ലെ? ഇവിടെ 3 കിട്ടി. അപ്പൊ നമ്മൾ എൽ വാല്യൂ 3 കിട്ടിക്കഴിഞ്ഞാല് ആ ടേം എന്താവും? കറസ്പോണ്ടിങ് ടേം എന്ന് പറയുന്നത് എന്താണ്? ദേ ഇവിടെ കണ്ടില്ലേ, L = 3 ആവുമ്പോ എഫ് ആണ് വാല്യൂ. ഇത് L = 3 വരുമ്പോ എഫ് ആണ് വാല്യൂ. അപ്പൊ നമ്മുടെ ടേം എന്ത് വരും? എഫ് എന്ന് വരും. ഇനി ജെ വാല്യൂ കണ്ടുപിടിക്കണം. ജെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് J = ഇവിടെ എന്താ? <= ഫീൽഡ് ആണ് അല്ലെ? അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? <= ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ L - S ആണ് വേണ്ടത്. അപ്പൊ L - S, അതായത് L എന്താ? 3 - S എന്താ? 3/2. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. S = 3/2, L = 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 - 3/2 എന്ന് കിട്ടി. അതായത് എന്താ? 3/2. അപ്പോ നമ്മുടെ ആൻസർ എന്താവും? 2s + 1 LJ എന്ന് പറയുന്നത് എന്ത് കിട്ടി? സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്തായിരുന്നു? 4. ടേം എന്താണ്? എഫ്. ജെ എന്താണ്? 3/2. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4/3/2 ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നോക്കുമ്പോൾ ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാറ്റിലും സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആണ് അല്ലെ? പിന്നെ ഓപ്ഷൻ ഇത് എഫ് നോക്കുമ്പോഴും എല്ലാറ്റിലും എഫ് ആണ്. എൽ എന്ന് പറയുന്നത് എല്ലാറ്റിലും സെയിം ആണ്. ആകെപ്പാടെ ജെ വാല്യൂസേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എഫ് ആണ് ടേം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അറിയാം എൽ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. 2s + 1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എന്തായിരിക്കണം? 3/2 ആയിരിക്കണം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ജെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചിട്ട്. പക്ഷെ ഇതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. സോറി, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായ കാരണം കൊണ്ടാണ് ഡിലേ വന്നത്. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോ ഡി ഓർബിറ്റൽസ്, ഡി ഇലക്ട്രോൺസിന്റെ ആണ് നോക്കുക. ടേം സിമ്പല് വരുന്നതെന്ന് ചോദിക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പൊ നമുക്ക് ഡി ഇലക്ട്രോൺസ് എത്ര എണ്ണുണ്ട്? D1 തൊട്ടിട്ട് D1, D2, D3, D4, D5, D6, D7, D8,
D9 D10 ഞാൻ ഇവിടെ നീക്കി എഴുതുന്നുണ്ട്. D10 ഇതിന്റെ ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ ചുമ്മാ നമുക്കിപ്പോ ഒരു ചോദിക്കാണ് ഈ D1 കോൺഫിഗറേഷന്റെ ഡൗൺ സ്റ്റേറ്റ് ടേം സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കോഡ് വെച്ച് പഠിക്കാം. D F F D S again repeat here. D F F D S. ഇനി സ്പിൻ മൾട്ടിപ്ലിസിറ്റി നോക്കുമ്പോൾ ഇവിടെ D1 ആണ് ഇലക്ട്രോൺ അല്ലെ. അപ്പോ ഇവിടെ 2 ഇട്ടു. ഇവിടെ എന്ത് വരും? 3 4 5 6 പിന്നെ വീണ്ടും താഴോട്ട് 5 4 3 2 1. ഓക്കെ, DFFTS DFFTS അങ്ങനെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2 3 4 5 6 5 4 3 2 1 അങ്ങനെ. ഇനിയിപ്പോ p ഓർബിറ്റലിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? P1 ഉണ്ട്, P2 P3 P4 P5 and P6. ഈ P6 D10 S2 അങ്ങനെ ക്ലോസ്ഡ് ഷെൽ കോൺഫിഗറേഷന്റെ ടേം സിമ്പിൾ എന്ന് പറയുന്നത് 1s0 ആയിരിക്കും ഓൾവേസ്. അപ്പൊ ഇതിന്റെ J വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 1s0. ഇനി ഇവിടെ വരുമ്പോ P S P P S PPS PPS 2 3 4 3 2 1. ട്രെൻഡ് മനസ്സിലായോ? PPS PPS. D ഓർബിറ്റലിലാണെങ്കിൽ DFF DS DFF DS അങ്ങനെ. ഇനി F ഓർബിറ്റലിന് ഇതുപോലെ ഉണ്ട്, FHI IHF S FHI IHF S എന്ന് പറഞ്ഞിട്ട്. F1 ഞാൻ F7 വരെ ഉള്ളത് എഴുതാം. F2 F3 F4 F5 F6 F7. അപ്പൊ എന്ത് കിട്ടി? F ആണല്ലോ. അപ്പൊ ടേം എന്താണ്? F2 ആകുമ്പോ FH I H F S. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2 3 4 5 6 7 8. അപ്പൊ ഇനി F8 എന്താവും? FN തുടങ്ങും, F7 പിന്നെ 6H 5I 4I 3H 2F FHI IHF S FHI IHF S അങ്ങനെ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 ജൂണിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. The term symbol for the ground state of dinitrogen cation radical എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കേൾക്കുന്നില്ലേ? അപ്പോ നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പോകേണ്ടത്? നമ്മുടെ നൈട്രജൻ റാഡിക്കൽ അപ്പൊ N2+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസാ? 15 ഇലക്ട്രോൺസ് ആണുള്ളത്. നോക്കി നോക്ക്, 1 സിഗ്മ G
നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പിന്നെന്താ 14 ഇലക്ട്രോൺസ് വരെയാണ് പൈ ഓർബിറ്റൽസ് ആദ്യം വരുന്നത്. സോറി 14 ഇലക്ട്രോൺസ് വരെ ആണ് സിഗ്മ ഓർബിറ്റൽസ് ഇത് വരുന്നത്. അപ്പോ സിഗ്മ സ്റ്റാർ 2s2 ഇനി എന്ത് വന്നു? പൈ പൈ 2p x2 പൈ 2p y2 ഇനി എന്താണ്? സിഗ്മ 2p z. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 2 2 4 6 8 10 12 13. സോറി 15 അല്ല കേട്ടോ, 13 ആണ്. N2 നൈട്രജൻ എന്ന് പറയുമ്പോൾ N2 14 കാറ്റയോൺ ആണ്. അപ്പോ നൈട്രജൻ പ്ലസ് എന്ന് പറയുമ്പോൾ 13 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്മ 2pz1 എന്ന് വന്നു. അപ് ടു 14 ഇലക്ട്രോൺസ് എന്താണ്? പൈ ഓർബിറ്റൽ ആണ് ആദ്യം വരുന്നത്. പൈ 2px2 പൈ 2py സിഗ്മ 2pz. ദെൻ ആണ് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. നെക്സ്റ്റ് 14 ഇലക്ട്രോൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സിഗ്മ 2pz കഴിഞ്ഞിട്ടാണ് പൈ 2px പൈ 2py. ദെൻ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py പിന്നെ സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഇങ്ങനെയും കൂടി എഴുതാം. 1 സിഗ്മ G2 1 സിഗ്മ U2 2 സിഗ്മ G2 2 സിഗ്മ U2 1 പൈ U4 1 പൈ U4 പിന്നെ 3 സിഗ്മ G1. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇലക്ട്രോൺ ഏതാണ്? ബാലൻസ് ഷെൽ ഏതാണ്? 3 സിഗ്മ G1 ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഇത് മോളിക്യൂൾ ആണല്ലേ. മോളിക്യുലർ ടേം സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2s+1 എല്ലിന് പകരം ലാംഡ G or U പ്ലസ് ഓർ മൈനസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ 2s+1 എന്ന് പറയുന്നത് അറ്റോമിക് ടേം സിമ്പിൾ തന്നെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി തന്നെയാണ് 2s+1. എൽ എന്ന് പറയുന്നതിന് പകരം ലാംഡ എന്നേ ഉള്ളൂ. അതിന് നൊട്ടേഷൻ മാറും. L=SP DF എന്നുള്ളത് മാറിയിട്ട് ലാംഡയുടെ വാല്യൂ 0 1 2 3 4 5 എന്നുള്ള പോലെ പോകുമ്പം അതിനനുസരിച്ച് സിഗ്മ പൈ ക്യാപിറ്റൽ ആണ്. പൈ ഡിക്ക് പകരം എന്താണ്? ഡെൽറ്റ. എഫിന് പകരം 5 അങ്ങനെ പോകും. അപ്പം ലാംഡ എന്താണ്? സിഗ്മ ML നോക്കിയിട്ട് ലാംഡ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ജി ഓർ യു കാണുന്നത് നമ്മുടെ ഓരോ ഓർബിറ്റലിനും GU എന്ന് പറഞ്ഞ് സഫിക്സ് ചെയ്തിട്ടില്ലേ, അതെന്താണ്? സിഗ്മ ഓർബിറ്റൽസ് ഓൾവേസ് ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് ജെറൈഡ് ആയിരിക്കും. ആന്റി ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് അൺജെറൈഡ് ആയിരിക്കും. നേരെ തിരിച്ചാണ് പൈ ഓർബിറ്റൽസിന്റെ കേസ് വരുന്നത്. പൈ ബോണ്ടിങ് ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് അൺജെറൈഡും പൈ ആന്റി ബോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് ജെറൈഡും ആയിരിക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ടേമിലെ ജി ഓർ യു കണ്ടുപിടിക്കുന്നത്. ഇനി പ്ലസ് ഓർ മൈനസ് സൈൻ എപ്പോഴാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ഈ ലാംഡ എന്നുള്ള വാല്യൂ സിഗ്മ വരുമ്പോഴാണ് പ്ലസ് ഓർ മൈനസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാംഡ = 0 വരുമ്പോൾ അപ്പോഴാണ് സിഗ്മ വരിക, ടേം വരിക. അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് പ്ലസ് ഓർ മൈനസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈ വരുമ്പോഴോ ഡെൽറ്റ വരുമ്പോഴോ 5 വരുമ്പോഴോ ഒന്നും നമ്മൾ പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യുന്നില്ല. ഇനി പ്ലസ് ഓർ മൈനസ് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് അറിയോ? സിഗ്മ വരുമ്പോഴാണെന്ന് പറഞ്ഞു അല്ലേ. സിഗ്മ ടേം വരാൻ ചാൻസ് എപ്പോഴൊക്കെയാ?
സിഗ്മ ഓർബിറ്റലിൽ തന്നെ ഇപ്പൊ ഉള്ള പോലെ സിഗ്മ ഓർബിറ്റൽസിലാണ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതെന്നുണ്ടെങ്കിൽ സിഗ്മ ടേമിന് ഓൾവേസ് നമ്മൾ പ്ലസ് സൈൻ കൊടുക്കണം. ഇവിടെ പ്ലസ് സൈൻ കൊടുക്കണം. ഇനി അതായത് സിഗ്മ ടേം വന്നു. ഇനി സിഗ്മ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്ലസ് സൈൻ. അതേസമയം പൈ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കൂ. അപ്പോ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. 2s+1 2s+1 എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുക്കാം. 2s+1 എന്നുള്ളത് 3 ആണെന്നുണ്ടെങ്കിൽ മൈനസ്. 1 ആണെന്നുണ്ടെങ്കിൽ സ്പിൻ മൾട്ടിപ്ലിസിറ്റി സിംഗ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ്, ട്രിപ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ മൈനസ്. ഇത്രയും നമ്മൾ ടേം സിമ്പലിൽ നോക്കണ്ടോ, മോളിക്കുലർ ടേം സിമ്പലിൽ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാം. 3 സിഗ്മ G1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇതെന്താണ്, ജി എന്താണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഓൾവേസ് ജി ആണത്. ജി ക്രോസ് ജി എന്നൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ജി ആണ്. ഇനി എസ് കണ്ടുപിടിക്കാം. എസ് എന്താണ്, ഹാഫ് ആണ്. ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഹാഫ് ആണ്. 2s+1 എന്താണ്, 2 × half plus 1 equal to എന്താ 2/2 1 + 1 2. ഇനി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സിഗ്മ MLA. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാ, 3 സിഗ്മ G ആണ്. അതായത് 2 സിഗ്മ PZ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ. 3 സിഗ്മ എന്ന് പറയുന്നത് എന്തായാലും സിഗ്മയ്ക്ക് 0 ആണ് ML വാല്യൂ, പൈക്ക് +or-1 സിഗ്മയ്ക്ക് 0 അപ്പൊ ഇവിടെ എന്താണ്, സിഗ്മ ML ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 0 ആണ്. അപ്പൊ അതായത് ടേം എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ ആണ്. അപ്പോ നമുക്ക് സ്പിൻ മൾട്ടിപ്ലിസിറ്റി കിട്ടി, ടേം കിട്ടി. ജി ആണോ യു ആണോ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതിന്റെ ജെറൈഡ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായിരിക്കും, ജി ആയിരിക്കും. ഇനി +or- നോക്കണം, കാരണം ഇവിടെ എന്താ ടേം വന്നിരിക്കുന്നത് സിഗ്മയാണ്. അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ അറിയണ്ടേ, സിഗ്മയാണെന്നുണ്ടെങ്കിൽ സിഗ്മ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് എന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്ലസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോൺ സിഗ്മ ഓർബിറ്റലിലല്ലേ, അപ്പൊ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ടേം സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, 2s+1 എന്ന് പറയുന്നത് 2 ടേം സിഗ്മ G പ്ലസ് 2 സിഗ്മ G പ്ലസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടി വരും. 2 ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ G ക്രോസ് യു, യു ക്രോസ് G അങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഇലക്ട്രോൺ ഏതാണോ, 2 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ സിഗ്മ ജിയിലും സിഗ്മ യുയിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൊട്ടേഷൻസ് നോക്കണം. അപ്പൊ G ക്രോസ് യു ആണെന്നുണ്ടെങ്കിൽ അത് യു ആയിരിക്കും, യു ക്രോസ് G ആണെന്നുണ്ടെങ്കിൽ അത് യു ആയിരിക്കും, G ക്രോസ് G ആണെന്നുണ്ടെങ്കിൽ G, യു ക്രോസ് യു ആണെന്നുണ്ടെങ്കിൽ G. അതായത് 2 ഇലക്ട്രോൺസിന്റെ വെവ്വേറെ ഓർബിറ്റലില് അതിന് ജിയോ യുഒ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ജി യു, ഒരു ഇലക്ട്രോൺ ജിയിലും ഒരു ഇലക്ട്രോൺ യുയിലാണെന്നുണ്ടെങ്കിൽ യു ആയിരിക്കും. 2 ഇലക്ട്രോണും ജിയിലോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണും യുയിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ജി ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the allowed transition in an atomic system is എന്നാണ് ചോദിച്ചേക്കുന്നത്. 2019 ജൂണിലത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്താ സെലക്ഷൻ റൂൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാല്, സെലക്ഷൻ റൂൾ ഉണ്ട്. എല്ലാ ഇലക്ട്രോണിക് ട്രാൻസിഷൻസും അലൗഡ് അല്ല. ചില ട്രാൻസിഷൻസ് ഒക്കെ ഫോർബിഡൻ ആയിരിക്കും, ചില ട്രാൻസിഷൻസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട്
പ്രത്യേകം സെലക്ഷൻ റൂൾസ് ഉണ്ട്. അപ്പൊ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിലെ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് 2s+1 ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓർ നമുക്ക് എന്ത് പറയാം, 2s+1 ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഷുഡ് ബി 0. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എ ഷുഡ് ബി +or-1. +or-1. ഇനി നോക്കേണ്ടത് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ആണ്, അതും +or-1. ഇനി നോക്കി നോക്കൂ ഓപ്ഷൻസിൽ നോക്കുമ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, 3f4 to 3d3. നമ്മൾ ഓരോ റൂൾ വെച്ചിട്ട് നമുക്ക് നോക്കുമായിരിക്കും. ബട്ട് അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ എ ഫോളോ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി എന്താണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി ചേഞ്ച് ചെയ്തു, അപ്പൊ അത് ഫോർബിഡൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കൂ, അതിലും സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്, നെക്സ്റ്റിലും സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്. നെക്സ്റ്റ് റൂൾ എന്താണ്, ഡെൽറ്റ എൽ ഈക്വൽ ടു +or-1. നമുക്കറിയാം എല്ലിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എസ്, 1 ആണെന്നുണ്ടെങ്കിൽ ടി, 2 ആണെന്നുണ്ടെങ്കിൽ ഡി, 3 ആണെന്നുണ്ടെങ്കിൽ എഫ്. അപ്പോ F2 DA നടക്കുള്ളൂ, അല്ലാതെ F2 P നടക്കില്ല. കാരണം F2 D ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു +or-1 വരുള്ളൂ, അല്ലെ? F2 P ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 2 വരും. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഓപ്ഷൻ എ പോസിബിൾ ആണ്, ഓപ്ഷൻ സി പോസിബിൾ ആണോ? അല്ല. കാരണം അവിടെ എന്താ, F2 P ആണ്. ഡിയോ, ഡിയിലും പോസിബിൾ ആണ്, കാരണം F2 D ആണ്, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്, +1 ആണ്. ഇനി നോക്കേണ്ടത് എന്താണ്, അപ്പോഴും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് റൂളിലേക്ക് പോകണം, ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1 എന്നുള്ള റൂളിലേക്ക് പോകണം. നോക്കൂ, 4 ഇവിടെ 4 ആണ്, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ 4 3. അപ്പൊ 4 to 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽറ്റ ജെ എന്താണ്, +1 ആണ്. അപ്പോ ഓപ്ഷൻ എ പോസിബിൾ ആണ്. ഇനി ഓപ്ഷൻ ഡിയോ 4 to 2 ആണ്, അപ്പോ ഡെൽറ്റ ജെ എന്ന് പറയുന്നത് 2 വരും. അപ്പൊ എന്താണ്, അത് പോസിബിൾ അല്ല. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ 3f4 to 3d3. So അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പം the spectrum of sodium atom has a closely separated doublet at 16956.2 and 16973.4 cm^-1. The higher energy transition is due to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോഡിയം ആറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്, 1s2 2s2 2p6 3s1 അല്ലേ? അപ്പോ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എന്താണ്, 3s1 ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പം അത് p ഓർബിറ്റലിലോട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ എക്സൈറ്റഡ് ലെവലിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈൻസിന്റെ എനർജി അവർ പറഞ്ഞിട്ടുള്ളത്, ഫ്രീക്വൻസിയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ രണ്ട് തന്നിട്ടുള്ള വാല്യൂസ്.
അപ്പോൾ ആ ഹയർ എനർജി അതിലെ ഹയർ എനർജി ട്രാൻസിഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എമിഷൻ സ്പെക്ട്രയാണ് ഹയർ എനർജി ട്രാൻസിഷൻ, അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് നമ്മളെപ്പോഴും ലോവർ എനർജി ട്രാൻസിഷൻസ് എന്നാണ് പറയുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഈ തന്നിരിക്കുന്ന ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ, ഈ തന്നിരിക്കുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ടേം സിംബൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. 2s+1 എന്താണ്, ഇത് സോഡിയം ആറ്റാണ്. അപ്പോൾ 2s+1 Lj. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ, അതിന്റെ ഹാഫ് എസ് എന്ന് പറയുന്നത് ഹാഫ്. അപ്പൊ 2s+1 എന്തായി, 2 × half + 1 which is equal to 2. ഇനി L എന്താണ്, എസ് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്, അപ്പോൾ ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ നമ്മുടെ L വാല്യൂ എന്താണ്, 0 ആണ്, അതായത് എസ്. ഇനി J വാല്യൂ എന്താണ്, J വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇത് എസ് അല്ലേ, L+ എസ് എടുത്തു കഴിഞ്ഞാൽ L- എസ് എടുത്തു കഴിഞ്ഞാലും എസ് എടുത്തു കഴിഞ്ഞാലും സെയിം ആണ്, കാരണം L = എന്താണ്, 0 ആണ്. അപ്പോ എന്താണ് വരിക, എസ് എന്താ, ഹാഫ്. അപ്പൊ J എന്ന് പറയുന്നത് ഹാഫ്. അപ്പൊ 2s+1 Lj എന്ന് പറയുന്നത് ടേം സിംബൽ എന്ത് കിട്ടും, ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സിംബൽ എന്ത് കിട്ടും, 2s1/2. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ടേം സിംബൽ. ഇനി എക്സൈറ്റഡ് ലെവലിലോട്ട് പോകുമ്പോൾ ഈ ഇലക്ട്രോണ് ഈ പി ഓർബിറ്റലിലോട്ട് ഷിഫ്റ്റ് ആവും. പി ഓർബിറ്റലിന്റെ ML വാല്യൂസ് എന്തൊക്കെയാ, +1 0 -1. ഇവിടെ എന്തായിരുന്നു, 0. അപ്പൊ നമ്മുടെ പി ഓർബിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്താ നോക്കണ്ടേ, നമ്മൾ 2s+1 Lj അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ, 2s+1 Lj. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2s+1 എന്താണ്, സെയിം തന്നെയാണ്, കാരണം ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ 2 × 1/2 + 1 which is equal to 2. ഇനി L എന്താ, +1 ആണ് അല്ലെ, അപ്പൊ +1 എന്ന് പറയുമ്പോൾ P. ഇനി J വാല്യൂ എന്താണ്, J വാല്യൂ L+ S2 L- S. പോസിബിൾ ആയിട്ടുള്ള ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം, കാരണം നമുക്ക് അറിയില്ല ഏതെന്നാണ് ട്രാൻസിഷൻ നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് J വാല്യൂ എന്തെന്ന് കിട്ടും, L എന്താ 1 + 1/2 to 1 - 1/2 which is equal to 3/2. പിന്നെന്താ വരിക, 1/2 എന്നും വരും. അപ്പൊ നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ടേം സിംബൽസ് എന്ത് വന്നു, 2p 3/2 2p 1/2 ആണല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ടേം സിംബൽസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2p 3/2 2p 1/2 ആണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ എനർജി ഏതാന്ന് കണ്ടുപിടിക്കണം അല്ലെ. 2p, അപ്പൊ 2p ലെവല് എങ്ങനെ ഷിഫ്റ്റ് ആയി, 2p 3/2 ആയിട്ടും 2p 1/2 ആയിട്ടും സ്പ്ലിറ്റ് ആയി. 2s ലെവല് ഇതിന്റെ താഴെ എഴുതാം,
2s ലെവല് 2s 1/2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആയ കാരണം കൊണ്ടാണ് 2p 1/2 താഴെ എഴുതിയത് കേട്ടോ. 2p 1/2, 2p 3/2. ഹയർ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2p 3/2 നിന്നും 2s ഹാഫിലോട്ട് വന്നതായിരിക്കും. കാരണം 2p ഹാഫിൽ നിന്നും 2s ഹാഫിലോട്ട് വരുന്നതിലേക്ക് അത്ര തന്നെ എനർജി വേണ്ട. അപ്പൊ 2p 3/2 നിന്നും 2s ഹാഫിലോട്ട് വരുന്നതാണ് നമ്മുടെ ആൻസർ. ഹയർ എനർജി ട്രാൻസിഷൻ തന്നിരിക്കുന്നതില് ഹയർ എനർജി ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2p 3/2 ടു 2s ഹാഫ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂൺ 2018 ക്വസ്റ്റ്യൻ ആണ്. The allowed electronic transition of fluorine molecule. ഫ്ലോറിൻ മോളിക്യൂളിന്റെ allowed transition ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലോറിൻ ആണോ ക്ലോറിൻ ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അറിയേണ്ടത് റൂൾസ് ഒബേ ചെയ്യുന്നത് ഏതാണോ അതാണ് allowed ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം റൂൾസ് എന്തൊക്കെയാണ്? ഡെൽറ്റ എസ് ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിൽ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിലെ സെലക്ഷൻ റൂൾ ആയിരുന്നു. ഇവിടെ മോളിക്കുലാർ ടേം സിമ്പിൾസ് ആണ്. അപ്പൊ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിന്റെ സെലക്ഷൻ റൂൾസ് ആണ് ഇവിടെ നോക്കേണ്ടത്. അതിൽ എന്തൊക്കെയാണുള്ളത്? ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നോക്കേണ്ടത് ഡെൽറ്റ എൽ, ഡെൽറ്റ ലാംഡ ഈക്വൽ ടു 0 ഓർ പ്ലസ് ഓർ മൈനസ് 1 ഇതായിരിക്കണം. ഇനി ഇവിടെ ജെ വാല്യൂ ഒന്നും ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? ജിയും പ്ലസ് ജി ഓർ യു അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ്. ഓൾവേസ് പ്ലസ് ടു പ്ലസ് അലൗഡ് ആണ്. അതുപോലെ തന്നെ മൈനസ് സൈൻ ടു മൈനസ് സൈൻ അലൗഡ് ആണ്. ഇനി നോക്കുമ്പോൾ നമുക്കറിയാം ജി ടു യുവും യു ടു ജിയുമാണ് അലൗഡ്. ജി ടു യുവും യു ടു ജിയും, അതായത് പാരിറ്റിയിൽ ചേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഇവിടെ തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഡെൽറ്റ എസിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ഇനി ഡെൽറ്റ ലാംഡ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിലെ സിഗ്മ ടു സിഗ്മയാണ്. അപ്പൊ ഇതും കൂടെ എഴുതിയേക്കാം കേട്ടോ. എല്ലിന്റെ ലാംഡയുടെ വാല്യൂ 0 ആവുമ്പോ സിഗ്മ, 1 ആവുമ്പോ പൈ, 2 ആവുമ്പോ ഡെൽറ്റ, 3 ആവുമ്പോ പൈ. അപ്പൊ സിഗ്മ ജി പ്ലസ് ടു സിഗ്മ ജി പ്ലസ് എന്ന് വന്നു. അപ്പൊ അതിനകത്ത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ എന്താണ്? സിഗ്മ ടു സിഗ്മയാണ്. അപ്പൊ അതിനകത്തും എന്താണ്? ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ സിയിൽ നോക്കൂ, സിഗ്മ ടു പൈ ആണ്. അപ്പൊ എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 വന്നു. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുമ്പം സിഗ്മ ടു ഡെൽറ്റയാണ്. അതെന്താണ്? അത് പോസിബിൾ ആണോ? അല്ല. കാരണം അവിടെ എന്താ? സിഗ്മ ടു ഡെൽറ്റ ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പം അതെന്തായാലും നമ്മുടെ സെലക്ഷൻ റൂൾ പ്രകാരം ഇത് അലൗഡ് അല്ല. അലൗഡ് ട്രാൻസിഷൻ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നോക്കാം. അപ്പൊ പ്ലസ് ടു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ടു മൈനസ് ആണോ നോക്കാം. ഇത് പ്ലസ് ടു പ്ലസ് ആണ്. അപ്പൊ ഇത് പോസിബിൾ ആണ്. ഇത് പ്ലസ് ടു മൈനസ് ആണ്, പോസിബിൾ അല്ല. അപ്പൊ ഓപ്ഷൻ ബി കട്ട് ചെയ്തു. ഇനി പ്ലസ് ടു പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പൈ ആണ്. പൈക്ക് നമ്മൾ സയൻസ് നൊട്ടേഷൻ കൊടുക്കാറില്ല. അപ്പൊ ഇനി നോക്കേണ്ടത് ജി ടു യുവും യു ടു ജിയും. ഇവിടെ നോക്കൂ, ജി ടു ജി ആണ്. ജി ടു ജി അലൗഡ് ആണോ? അല്ല. അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്തു. ഇനി നോക്കുമ്പം ജി ടു യു ആണ്. അപ്പൊ എന്താണ്? അത് അലൗഡ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. Next question. The lowest energy state of a 1s1 2s1 electronic configuration according to Hund's rule. June 2018 ക്വസ്റ്റ്യൻ ആണ്. 1s1
2s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുള്ളത്. (1s1, 2s1) ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മുടെ ടേം സിമ്പിൾ എന്താ? 2s+1 Lj. ഇനി ഇവിടെ എസിന്റെ ML വാല്യൂ എന്താ? 0. ഇവിടെ എന്താ? 0. അപ്പോ L എന്ന് പറയുന്നത് എന്താ? സിഗ്മ. ML എന്ന് പറയുന്നത് എന്താ? 0 + 0 = 0. അതായത് എന്താ? ടേം എന്താ? S ആണ് ടേം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാതും S ആണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഒരെണ്ണൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാത്ത ഓപ്ഷൻ അതന്നെ ടിക്ക് ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഇതിവിടെ എല്ലാതും S ആണ്. ഇനി നോക്കുമ്പം സ്പിൻ മൾട്ടിപ്ലിസിറ്റി നോക്കാം. 2s+1 = ഓരോ ഇലക്ട്രോണും ഹൺസ് റൂൾ ആ പറഞ്ഞിട്ടുള്ളത്. ഹൺസ് റൂൾ എന്താ? മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ 2s എന്ന് പറയുന്നത് S എന്ന് പറയുന്നത് എന്താണ്? +½ ആണ് 2 ഇലക്ട്രോണും. അപ്പൊ 2 × +½ എന്തായി? 1 ആയി. S എന്ന് പറയുന്നത് 1. അപ്പൊ 2 × 1 + 1 = 3. 2s+1 എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് J വാല്യൂ ആണ് അല്ലെ. J വാല്യൂ ഇവിടെ L ന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ എന്തായിരിക്കും? S ന്റെ വാല്യൂ ആയിരിക്കും. S എന്താ? 1 ആണ്. സിൻസ് L = 0 ട്ടോ. അപ്പം 2s+1 Lj എന്ന് പറയുന്നത് എന്തായി? 3s1. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question. The term symbol for the ground state of B2 is. ജൂൺ 2018 ക്വസ്റ്റ്യൻ ആണ്. ബോറോൺ ആണ്. ബോറോൺ എന്ന് പറയുമ്പോൾ എന്താ? ബോറോൺ ആറ്റം 5 ഇലക്ട്രോൺ ആണ്. ബോറോൺ മോളിക്യൂൾ ആകുമ്പോൾ 10 ഇലക്ട്രോൺ വരും. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 1 സിഗ്മ G2, 1 സിഗ്മ U2, 2 സിഗ്മ G2, 2 സിഗ്മ U2, 2. ഇനി എന്താ? 2, 4, 6, 8 ഇലക്ട്രോൺ ആയി. 10 ഇലക്ട്രോൺ ആണ് വേണ്ടത്. 14 ഇലക്ട്രോൺസ് വരെ നമ്മൾ എങ്ങനെയാ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുക? π2px π2py കഴിഞ്ഞിട്ടാണ് സിഗ്മ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? പൈ ഓർബിറ്റൽസിലായിരിക്കും ഫിൽ ചെയ്യുന്നുണ്ടാവുക. 2, 4, 6, 8 ഇലക്ട്രോൺസ് കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി 2 എണ്ണാണുള്ളത്. അതെങ്ങനെ അറേഞ്ച് ചെയ്യും? 1πu1 1πu1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ? ടേം സിമ്പിൾ കണ്ടുപിടിക്കണം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇതാണ്. ടേം സിമ്പിൾ എന്താണ്? 2s+1. മോളിക്കുലാർ ആണ്. മോളിക്കുലാർ ടേം സിമ്പിൾ ആണ്. അപ്പോൾ ലാംഡ G or U +or-. അപ്പൊ 2s+1 കണ്ടുപിടിക്കാം. 2s+1 കണ്ടുപിടിക്കാൻ S എന്താണ് ഇവിടെ? ഹാഫ് 1. അപ്പോൾ 2 × 1 + 1 = 3. 2s+1 എന്തായി? 3 ആയി. ഇങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓരോ ഇലക്ട്രോണിന്റെയും ഹാഫ് വെച്ചിട്ട് കൂട്ടി S എന്ത് കിട്ടി? S എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അപ്പൊ 2s+1 എന്ന് എന്തായി? 3 ആയി. ഇനി ലാംഡ വാല്യൂ കണ്ടുപിടിക്കണം. ലാംഡ ഇതിന്റെ ML വാല്യൂസ് എന്താ? πu ഒരെണ്ണം +1 ആണെന്നുണ്ടെങ്കിൽ πu -1 ആയിരിക്കും മറ്റേത്. അപ്പൊ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ സിഗ്മ ML വാല്യൂ എന്തായി? +1 -1 0 ആയി. 0 ആയി എന്ന് പറഞ്ഞാൽ ടേം എന്താണ്? സിഗ്മ ആണ്. അപ്പൊ സിഗ്മ ടേം കിട്ടി. അപ്പൊ സിഗ്മ ടേം കിട്ടിയപ്പോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം സിഗ്മ ടേമിനാണ് +or- സൈൻ അസൈൻ ചെയ്യുന്നത്. അപ്പൊ +or- സൈൻ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നോക്കണം? ഏത് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളത് നോക്കണം. അപ്പൊ നോക്കുമ്പോ എന്താ കിട്ടുന്നത്? പൈ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക്
എന്താണ് മൾട്ടിപ്ലിസിറ്റിയുടെ കാര്യം നോക്കണം. സിഗ്മ ഓർബിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പൈ ഓർബിറ്റലിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് നോക്കണം? പ്ലസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി നോക്കണം. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഇവിടെ എന്താണ്? 3 ആണുള്ളത്. 3 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? നെഗറ്റീവ് സൈൻ ആണ് വേണ്ടത്. മൈനസ് സൈൻ ആണ് വേണ്ടത്. ഇനി യു ഓർ ജി നോക്കണം. യു ഓർ ജി നോക്കാൻ എങ്ങനെ ചെയ്യാം? ഇവിടെ യു ക്രോസ് യു, യുയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, വേറൊരു ഇലക്ട്രോൺ വേറൊരു യുയിലാണുള്ളത്. അപ്പൊ എന്താ? യു ക്രോസ് യു എന്ന് പറയുന്നത് എന്തായി? ജി ആയി ഇല്ലേ? യു ക്രോസ് യു ഈക്വൽ ടു ജി ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടേം സിമ്പൽ എന്ത് കിട്ടി? 2s+1 എന്ന് പറയുന്നത് 3 സിഗ്മ ജി മൈനസ് ഓപ്ഷൻ സി ആണ് ആൻസർ. കിട്ടിയെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 ജൂണിലാണ്. Total degeneracy of the ground term of cobalt 2+ high spin in octahedral geometry is. ചോദിച്ചിരിക്കുന്നത് ഡീജനറസി ആണ്. ഡീജനറസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കലാണ്. കോബാൾട്ട് 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഞാൻ തന്നിട്ടുണ്ട്. ഡി കോബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ D7 വരും. 7 ഇലക്ട്രോൺസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് 2, 4, 5, 6, 7. ഹൈ സ്പിൻ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ML വാല്യൂസ് എന്താ? +2, +1, 0, -1, -2. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ടേമിന്റെ ഈ ആറ്റത്തിന്റെ CO2+ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടേമിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡീജനറസി, ടോട്ടൽ ഡീജനറസി, അതായത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ കുറെ ഫോർമുലാസ് ഉണ്ട്. ഗ്രൗണ്ട് ടേം ആണെന്നുണ്ടെങ്കിൽ ടേം എന്ന് പറയുന്നത് എന്താ? 2s+1 LJ എന്ന് പറയുന്നത് എന്താണ്? ടേം സിമ്പിൾ ആണ്. പക്ഷെ ടേം എന്ന് പറയുന്നത് 2s+1 L എന്ന് പറയുന്നതാ. 2s+1 L എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ടേം എന്നാണ് പറയാ. 2s+1 LJ ആവുമ്പോഴാണ് ടേം സിമ്പിൾ ആവുന്നത്. അപ്പം ടേം സിമ്പിൾ ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ മൈക്രോസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണുന്നത് 2j+1 ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ എന്താ? ഇവിടെ ടേം ആണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണാം? 2s+1 into 2l+1. 2s+1 into 2l+1 ആണ് നമ്മുടെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. അപ്പൊ തന്നിരിക്കുന്ന കോൺഫിഗറേഷന്റെ ഗ്രൗണ്ട് ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ടേം കണ്ടുപിടിക്കാൻ ആദ്യം എന്താ വേണ്ടത്? 2s+1 കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പോൾ എസ് എന്താ? എസ് എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് മൈനസ് ഹാഫും പ്ലസ് ഹാഫും ക്യാൻസൽ ചെയ്ത് 0. ഇവിടെയും ക്യാൻസൽ ചെയ്ത് പെയർഡ് ഇലക്ട്രോൺസിന്റെ എന്തായാലും 0 ആയിരിക്കും. പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 3 അൺപെയർഡ് ഇലക്ട്രോൺസിനും കൂടിയിട്ട് എത്ര? പ്ലസ് ഹാഫ് വെച്ചിട്ട് 3 into 1/2 which is equal to 3/2. അപ്പൊ 2s+1 എന്തായി? 2s+1 equal to 2 into 3/2 plus 1 equal to 4. 2s+1 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അയ്യോ, 4 എന്ന് കിട്ടി. ഇനി 12+1 ആണ് നമുക്ക്. എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ? L equal to സിഗ്മ ML ആണ് അല്ലേ? അപ്പോ +2 into 2, കാരണം ഈ +2-ല് 2 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ +2-ല് 2 ഇലക്ട്രോൺസ് +1 into 2, +1-ലും 2 ഇലക്ട്രോൺസ് +0 plus -1 plus -2, അതായത് 4 plus 2 -1 -2 equal to 6 -3
ഈക്വൽ ടു 3. അപ്പൊ നമ്മുടെ ടേം എന്താണ്? 4f എന്ന് പറയുന്നതാണ് നമ്മുടെ കൊബാൾട്ട് 2 പ്ലസ് ഹൈ സ്പിന്നിന്റെ ടേം. കൊബാൾട്ട് 2 പ്ലസ് ഹൈ സ്പിന്നിന്റെ ടേം. അപ്പൊ നമ്മുടെ ഡീജനറസി നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താവും? 4fന്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് 2s+1 എന്താ? 4 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓൾറെഡി 2s+1. ഇനി എന്താ? 2l+1 ആണ് വേണ്ടത്. ഇൻറ്റു 2 ഇൻറ്റു എൽ എന്താ? 3. 3+1 അതായത് 4 ഇൻറ്റു 6+1 4 ഇൻറ്റു 7 ഈക്വൽ ടു 28. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ടേം കണ്ടുപിടിക്കുക. ടേം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ടേമിന്റെ ആയ കാരണം കൊണ്ടാണ് നമ്മൾ 2s+1 ഇൻറ്റു 2l+1 ചെയ്തത്. ഇനി നമ്മുടെ അടുത്ത് ടേം സിമ്പലിന്റെ ആണ് ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2j+1 ആണ് കാണേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 ക്വസ്റ്റ്യൻ ആണ്. For the electronic configuration 1s2, 2s2, 2p4, two of the possible term symbols are 1s and 3p. The remaining term is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് ടേം സിമ്പിൾസ് പോസിബിൾ ആയിട്ടുണ്ടാവും. അതിനകത്ത് റിമൈനിങ് ആയിട്ടുള്ള 2 എണ്ണം അവർ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഏതാന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 2s2, 2p4 ആണ്. അപ്പൊ 2p4 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഓർബിറ്റലിലായിട്ട് 4 ഇലക്ട്രോൺസിനെ പെയർഡ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഈ പെയർഡ് ആയിട്ടുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 എണ്ണത്തിലാക്കിയിട്ട് ഇടാം. അതെങ്ങനെ ഇടാം? ഇങ്ങനെ ഇടാം. ഇനി വേറൊരു ഓപ്ഷൻ എന്താണ്? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ML വാല്യൂ 0 ഉള്ള അതിൽ ഇടാതെ അപ്പുറത്തും ഇപ്പുറത്തും +1ലും -1ലും ഇട്ടിട്ടും നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിന്റെ 2s+1 എന്താവും? ഇതിന്റെ +1 0 -1 ആണ്. ഓക്കെ, 2s+1 എന്താവും? എസ് എന്ന് പറയുന്നത് 0 ആണ്, കാരണം രണ്ടും പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എസ് 0 ആവുമ്പോൾ 2s+1 എന്താവും? 1 വരും. ഇനി എല്ലിന്റെ വാല്യൂ എന്താ വരിക? എല്ലിന്റെ വാല്യൂ +1 ഇൻറ്റു 2 വരും. അതായത് 2 വന്നു കഴിഞ്ഞാൽ L = 2 ആണെന്നുണ്ടെങ്കിൽ ടേം എന്താണ്? D ആയിരിക്കും. അപ്പൊ ഇതിന്റെ ടേം എന്ന് പറയുന്നത് 1. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം 1D ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഇല്ല. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് 1D ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കാം. അപ്പൊ ഇവിടെ +1 0 -1 ഈ ഒരു 3 ഓപ്ഷൻ അല്ലേ നമുക്ക് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറെ എന്തായാലും ഇതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ടല്ലേ വരുള്ളൂ. നമുക്ക് നോക്കാം. 2s+1 = എന്ത് വരും? ഇവിടെ 2 ഹാഫ് സ്പിൻ ഇലക്ട്രോൺസ് ഉണ്ടാവും, കാരണം അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. അപ്പൊ +1/2 +1/2 എന്തായി? 1 ആയി. അപ്പൊ 2 × 1 + 1 = 3 എന്ന് കിട്ടി. ഇതിന്റെ L വാല്യൂ എന്താണ്? ഇതിന്റെ L വാല്യൂ +1 × 2 × 2 +0 -1 അതായത് 1 എന്ന് കിട്ടും. അതായത് P. അപ്പൊ ടേം എന്താണ്? 3p എന്ന് കിട്ടി. തന്നിരിക്കുന്നതിൽ 3p ഉണ്ട്. ഇനി ഇവിടെ 2s+1 എന്താണ്? ഈ കേസില് 2s+1 = 0. സോറി, 2s+1 = 1. 2s+1 = 1 കാരണം s എന്താണ്? 0 ആണ്. ഇനി L എന്താണ്? L ഉം 0 ആയിരിക്കും, കാരണം 2 ഇലക്ട്രോണും +1 × 2 -1 × 2 +-1 × 2. അപ്പൊ എന്തായി? 0 ആയി. അപ്പൊ എന്താ ടേം എന്തായിരിക്കും? S ആയിരിക്കും. അപ്പോ 1s എന്നും കിട്ടി.
സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1D ഓപ്ഷൻ എ. Next question. The transition that belongs to the Lyman series in the hydrogen atom spectrum is. ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം നമുക്കറിയാം, നമ്മൾ +2 തൊട്ടിട്ട് പഠിക്കുന്നതാണ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സീരീസ് n=, അതായത് ഇപ്പോ ഇങ്ങനെ എനർജി ലെവൽസ് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാല് if it is n=1, ഏത് ഹയർ എനർജി ലെവലിൽ നിന്നും ഏതൊക്കെ ഏതായാലും കുഴപ്പമില്ല, അവിടുന്നൊക്കെ n=1 വരുന്ന ലൈൻസിന്റെ സീരീസിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ലൈമാൻ സീരീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=1 ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. അപ്പം ഇവര് തന്നിരിക്കുന്നതിലെ 1s വന്നിട്ടുള്ളത് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അപ്പൊ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഇത് 2s ഉള്ളതാ. 2s എന്താണ്? ലൈമാൻ അല്ല, ബാൽമർ സീരീസ് ആണ്. അപ്പോ നെക്സ്റ്റ് എന്താണ്? നമുക്കറിയാം ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലെ സെലക്ഷൻ റൂൾ പ്രകാരം ΔL എന്താണ്? +or-1 ആണ്. ഇവിടെ 1:4s എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? +or-1 റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല, 0 ആണ്. 1:4p2 1s ആവുമ്പോ അവിടെ എന്താ? p2s ആണ്. അപ്പൊ അവിടെ ΔL എന്താണ്? 1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4p2 1s ആണ്. നെക്സ്റ്റ്, the highest molecular orbitals for an excited electronic configuration of the oxygen molecule are എന്ന് പറഞ്ഞിട്ട് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 1πg1 3 sigma u1. A possible molecular term symbol for oxygen with this electronic configuration is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 1πg1 3 sigma u1 നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് പൈ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ +1 ഉണ്ട്, -1 ഉണ്ട്, ഇവിടെ 0. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇതിപ്പോ പാരലൽ ആയിട്ടാണ്, ഇതിനെ നമുക്ക് ആന്റി പാരലൽ ആയിട്ട് നിർത്താം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് കിട്ടും. ഇനി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മോളിക്കുലർ ടേം സിമ്പിൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഈ 2 ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ്സ് ആണ് ഈ തന്നിരിക്കുന്ന കോൺഫിഗറേഷന് പോസിബിൾ ആയിട്ടുള്ളതുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാവുന്നു അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ +1 -1 ഇട്ടാലും സെയിം എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിന്റെ ടേം സിമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ 2s+1 എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. 2s+1 എന്താണ്? 2 × ½ + ½ 1 ആണ്. അപ്പം 2 × 1 + 1 = 3. 2 × 1 + 1 കാരണം ഇത് പാരലൽ ആണ്, അപ്സ്പിൻ ആണ് ഒക്കെ. അപ്പോ 2 × 1 + 1 = 3 എന്ന് കിട്ടി. നെക്സ്റ്റ് L വാല്യൂ എന്താണ്? സിഗ്മ. L വാല്യൂ അല്ല, ലാംഡ ആണ് കേട്ടോ, തെറ്റ് ചെയ്തതാ. ഇത് മോളിക്കുലാർ അല്ലേ, അപ്പോ ML വാല്യൂസ് എന്താണ്? +1 +0 ആണ്. +1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുമ്പോൾ ടേം എന്താവും? പൈ ആവും, പൈ. ഇനി അപ്പൊ നമ്മുടെ ഇതിന്റെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പോസിബിൾ ആയിട്ടുള്ള ടേം എന്താണ്? 3π ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം, ഇതിന്റെ നോക്കാം. 2s+1 എന്ത് വരും? 2 × ഇതിൽ ഒരെണ്ണം അപ് സ്പിന്നും ഒരെണ്ണം ഡൗൺ സ്പിന്നും ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയിട്ടു +½ -½ 0 ആയി. 2 × 0 + 1 = 1 എന്ന് കിട്ടി. L എന്താ? ലാംഡ എന്താ? +1 +
0 ഈക്വൽ ടു 1. അതായത് പൈ എന്ന് പറയുമ്പോൾ അപ്പം എന്തെന്ന് കിട്ടി? 1 പൈ എന്ന് കിട്ടി. ഓപ്ഷൻസ് നോക്കുമ്പോൾ 1 പൈ 3 സിഗ്മ 1 ഡെൽറ്റ 1 സിഗ്മ ആണുള്ളത്. നമുക്ക് കിട്ടിയ ആൻസർ ഏതാ? 1 പൈ ഉണ്ട് 3 പൈ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 1 പൈ ആണ് ആൻസർ. Next question, the lowest energy term for the D6 configuration is D6 electronic configuration the lowest ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നേരത്തെ കോഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്ത് നോക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യുന്നുണ്ട്. One, 2, 3,